ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കുന്നത്, ഞാൻ ആ സംവിധായകനോട് സംസാരിച്ചു, മനസ്സിലാക്കുന്നത് ജാനകി എന്ന പേര് ടൈറ്റിലിൽ നിന്ന് മാത്രമല്ല, ആ കഥാപാത്രത്തിൻ്റെ പേര് തന്നെ മാറ്റണം. അങ്ങനെ മാറ്റി മുഴുവൻ ആളുകളെ കൊണ്ടും ഡബ് ചെയ്യിക്കണം എന്നുള്ളതാണ് അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള നിർദ്ദേശം. ഇതെല്ലാം വാക്കാലുള്ള നിർദ്ദേശമാണെന്ന് ശ്രദ്ധിക്കണം. എന്തുകൊണ്ട് ഇത് രേഖാമൂലം കൊടുക്കുന്നില്ല? അപ്പോൾ രേഖാമൂലം കൊടുത്താൽ നിയമപരമായി നിലനിൽക്കില്ല എന്ന് അവർക്ക് തന്നെ അറിയാവുന്നതുകൊണ്ടാണല്ലോ. പക്ഷേ അതങ്ങനെ അനിശ്ചിതകാലം അവർക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. കാരണം തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ അവർക്ക് ഷോക്കോസ് നോട്ടീസ് കൊടുത്തേ പറ്റുള്ളൂ നിർമ്മാതാവിന്. അപ്പോൾ അങ്ങനെയുള്ള ഘട്ടത്തിൽ തീർച്ചയായിട്ടും നിയമപരമായിട്ട് അതിന് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാം. അതവിടെ നിൽക്കട്ടെ. ഇവിടുത്തെ അംഗങ്ങൾ കാണുന്നു ആ സിനിമയ്ക്ക് മറ്റു കുഴപ്പങ്ങളൊന്നുമില്ല എന്ന് അവരുടെ ഒരു നിഗമനത്തിലെത്തുന്നു. അവരത് ഓൺലൈനിൽ ചെയർമാൻ്റെ അനുമതിക്കായി ബോംബെക്ക് അയക്കുന്നു. ചെയർമാനാണ് ഇതിനകത്തൊരു തീരുമാനം എടുത്തിരിക്കുന്നത്. അദ്ദേഹം ഇത്തരത്തിലൊരു തീരുമാനം സമീപകാലത്ത് വേറെയും എടുത്തിട്ടുണ്ട് എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് ഒരു അതിക്രമത്തിന് ഇരയാകുന്ന പെൺകുട്ടി അതിനെതിരെ ധീരമായി സ്റ്റേറ്റിനോട് ഒരു നിയമയുദ്ധത്തിന് ഇറങ്ങുന്നതാണ് ആ സിനിമയുടെ ഇതിവൃത്തം. അപ്പോൾ ജാനകി എന്നുള്ള പേരുള്ള ഒരു കഥാപാത്രത്തിന് അത്തരത്തിൽ ഒരു അതിക്രമം ഉണ്ടാകരുത്, ഉണ്ടായതായി ചിത്രീകരിക്കരുത് എന്ന് പറയുന്ന വിധം ഫിലിം മേക്കേഴ്സിനാകെ, ചലച്ചിത്ര സംവിധായകർക്ക്, എഴുത്തുകാർക്ക് എല്ലാം വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കാൻ പോകുന്നത്.